കൈകൾ കൂപ്പി ദിവ്യകാരുണ്യത്തെ കണ്ണിലെടുത്ത് മനസ്സ് പരിശുദ്ധാത്മാവിൽ നിറച്ച് ദൈവസ്നേഹത്തോടെ ഈ ആരാധനയിൽ പങ്കെടുക്കാം. നിങ്ങളുടെ ഒരു കൈകൾ സ്വർഗത്തിലേക്ക് ഉയർത്തുക. അച്ഛൻ ഈ കൈകൾ കർത്താവിൻ്റെ രക്തത്തിൽ കുതിരാൻ വേണ്ടി ആ കൈകൾ ആരുടെ ശിരസിൽ വെക്കുന്നുവോ, ആരുടെ ശരീരത്തിൽ വെക്കുന്നുവോ, അത് കർത്താവിൻ്റെ കൈകളായിക്കൊണ്ട് നിങ്ങളെ സൗഖ്യപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. ഒരു കൈകൾ കൊടുത്ത് അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കും. കർത്താവേ, ഞാൻ ഉയർത്തിയിരിക്കുന്ന എൻ്റെ ഈ കൈകളിലെ അങ്ങ് സ്പർശിക്കണമേ. കർത്താവേ, ഈ കൈകള് എൻ്റെ ശരീരത്തില് എവിടെ വെച്ചാലും ഞാൻ ആർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ അവരുടെ രോഗത്തെ ഓർത്ത് അവർക്ക് രോഗമുള്ള സ്ഥാനം മനസ്സിലാക്കി അതേ സ്ഥാനത്ത് എൻ്റെ ശരീരത്തില് എൻ്റെ കൈകള് നിന്റെ നാമത്തില് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എനിക്കും അവർക്കും കർത്താവേ നീ സൗഖ്യം നൽകണമേ. ശ്രദ്ധിക്കട്ടെ. ഗുരുതരമായ രോഗമുള്ളവരെ, 10,000-കണക്കിന് മനുഷ്യരെ സാക്ഷ്യം പറഞ്ഞിട്ടുള്ള ദേവാലയത്തിലാണ് ഈ ആരാധന നടക്കുന്നത്. ഈ ആരാധന മധ്യയാണ് പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ടത്. അമ്മ അന്ന് പറഞ്ഞത് ദുരന്തം ഉണ്ടാകാൻ പോകുന്ന പ്രാർത്ഥിക്കണമെന്ന്. അന്ന് എനിക്ക് അത്രയും മനസ്സിലായില്ല. കാര്യം അന്ന് അമ്മ പറയണ കാലത്ത് ഒരു തരത്തിലുള്ള ദുരന്തവും ഇല്ലായിരുന്നു. പിന്നീട് ദുരന്തങ്ങൾ ആവർത്തിക്കുകയാണ്. 5-6 കൊല്ലം മുമ്പ് കടന്നുപോയ നിപ്പ വീണ്ടും വന്ന് നമ്മുടെ വായം മൂടി കെട്ടി നമ്മുടെ നഗരങ്ങളെ ബന്ദികളാക്കുന്ന അവസ്ഥ ആവർത്തിക്കുന്നു. ദാറ്റ് മീൻസ് കഴിഞ്ഞുപോയ എല്ലാ ദുരന്തങ്ങളും തിരികെ വരും എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ പ്രാർത്ഥനയല്ലാതെ അമ്മ അന്ന് പറഞ്ഞത് അതാണ്, ദുരന്തമുണ്ടാകാൻ പോണ് പ്രാർത്ഥിക്കണം. അതിൻ്റെ ഭാഗമായിട്ടാണ് ഉടമ്പടി തന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദൈവം തന്ന ഈ പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കുകയല്ല, നമ്മളത് ജീവിക്കുകയാണ്, അഥവാ ജീവിക്കുകയാണ് വേണ്ടത് എന്നാണ് ഉടമ്പടിയുടെ സാക്ഷ്യങ്ങളിൽ നിന്ന് നമ്മൾ വായിച്ച് എടുക്കുന്നത്. ഇപ്പോഴ് നമ്മൾ നിപ്പ വൈറസ് ബാധിച്ചിട്ടുള്ള എല്ലാ സ്ഥലങ്ങളെയും കർത്താവിന് തിരുസേനയിൽ സമർപ്പിച്ചുകൊണ്ട് മാതാവിൻ്റെ മധ്യസ്ഥ ശാസിച്ച് പ്രാർത്ഥിക്കട്ടെ. ശ്രദ്ധിക്കട്ടെ. Lord Jesus Christ, pour out His Spirit, touch with the fire finger, soak with the precious blood, and I cast out the disease and root causes from our country in the name of Jesus Christ our Lord, who is coming to judge both living and dead by fire. Amen. കഴിഞ്ഞ ദിവസം ഫിഫി എന്ന് പറഞ്ഞൊരു നേഴ്സ് സാക്ഷ്യം പറഞ്ഞ കാര്യം, അവരുടെ സാക്ഷ്യങ്ങളിൽ കുറേ നല്ല കണ്ടൻറ്റ്സ് ഉണ്ട്. അതിലൊരു കണ്ടൻറ്റ് അവളുടെ ജോലിയെ ബാധിക്കുന്ന വിഷയത്തെക്കാളുപരി അവളുടെ ഒരു കുഞ്ഞ്, അവളുടെ 4 വയസ്സുള്ള കുഞ്ഞ് അവളോട് ചോദിച്ചേ, അമ്മ എന്തിനാ എപ്പോഴും കൊന്ത ചെല്ലണത്? ജവമാല റാലി നടക്കാൻ പോകുമ്പോൾ അമ്മ ഇതുകൊണ്ട് എന്നെക്കൊണ്ട് ഇതൊക്കെ പറയിപ്പിക്കണം തോന്നണം. ആ കാര്യം നമുക്ക് പറ്റിയ സാക്ഷ്യങ്ങളിപ്പോൾ വന്നുകൊണ്ടിരിക്കണത്. അപ്പോൾ കൊന്ത ചെല്ലണത് നമ്മൾ മാതാവിനോട് മധ്യസ്ഥ യാചിക്കണമെന്ന്
കുഞ്ഞിനോട് അമ്മ പറഞ്ഞ് മനസ്സിലാക്കി. എന്നിട്ട് കുഞ്ഞിനോട് വേറൊരു കാര്യം കൂടി ഫിഫി പറഞ്ഞു. എന്താ പറഞ്ഞത്? നമ്മൾ ഇന്ന് കുഞ്ഞിന് പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. അവൾ സിനിമാ പാട്ടൊക്കെ പാടണം കേട്ടിട്ട്. അപ്പോൾ ഫിഫി പറഞ്ഞു, നമ്മൾ ഇന്ന് കിടക്കാൻ നേരത്ത് മാതാവിൻ്റെ പാട്ട് പാടിക്കിടക്കുമെന്ന് പറഞ്ഞു. മാതാവിൻ്റെ പാട്ട് പാടിക്കിടക്കും. അപ്പോൾ ഉടനെ അവർ ആവേ മരിയയുടെ പാട്ട് പാടിക്കൊടുത്ത്, അമ്മ പാടിക്കൊടുത്ത്, കുഞ്ഞ് പാടി അമ്മയും മകളും കൂടി കിടക്കുകയാണ്. രാവിലെ കുഞ്ഞ് എഴുന്നേറ്റപ്പോൾ അമ്മയോട് പറഞ്ഞ്, അമ്മ ഇന്നലെ മാതാവ് എൻ്റെ അടുത്ത് വന്നെന്ന് പറഞ്ഞു. അപ്പോൾ ഫിഫി പറഞ്ഞ്, ഈ മാതാവാണെന്ന് ചോദിച്ചു. അവിടെ ഇരുന്നൊരു മാതാവുണ്ടായിരുന്നു. അപ്പം അത് വേറെ ഒരു ധ്യാന കേന്ദ്രത്തിലെ മാതാവാണ് അവിടെ ഇരുന്നത്. അപ്പോൾ കുഞ്ഞ് പറഞ്ഞു, ഇതല്ല എന്ന് പറഞ്ഞ് അമ്മയെ വിളിച്ചുകൊണ്ട് പോയി. അമ്മയെ വിളിച്ചുകൊണ്ട് പോയിട്ട് അവരുടെ പ്രാർത്ഥിക്കുന്ന മുറിയിൽ പോയി മാതാവിനെ കാണിച്ച്. അത് കൃപാസനം മാതാവാണ്. അത് എന്ത് സംഭവിച്ചാൽ, നമ്മൾ അമ്മയെ ഉടമ്പടി തരണ കാലത്ത് എനിക്ക് അറിയത്തില്ല. അതിനെ ഈ സഞ്ചാരി മാതാവ് എന്ന ആൾക്കാർക്ക് ആദ്യം പറയുമ്പോൾ എനിക്കത്രയും കത്തില്ല സത്യം പറഞ്ഞു. ഇന്നിപ്പോൾ ഒരു ദിവസം 2 സാക്ഷ്യങ്ങളെങ്കിലും മാതാവ് ഞങ്ങളുടെ വീട്ടിൽ വന്നു എന്ന് പറയാത്ത സാക്ഷികളില്ല. അതെന്താ കാരണം? ഈ ഒരു വ്യക്തി വാഗ്ദാന പേടകമാകുമ്പോൾ സ്വാഭാവികമായിട്ട് സഞ്ചാരി മാതാവ് എന്നുള്ളത് അതിൻ്റെ പാക്കേജിൻ്റെ ഭാഗമായിട്ട് ഉള്ളതാണ്. ഐ വിൽ കം വിത്ത് യു വെറെവർ യു ഗോ. കർത്താവിൻ്റെ വചനം ആര് പാലിച്ചാലും ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ പ്രതീകമായി അമ്മ അവിടെ കൂടെ വരും. കാര്യം എന്താണ്? നമ്മളിവിടെ വണങ്ങുന്നത് വാഗ്ദാന പേടകമായ അമ്മയാണ്. അപ്പം നമ്മളൊരു വചനം പാലിച്ചു കഴിയുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ദൈവം വസിക്കുകയാണ് ചെയ്യണത്. അതിൻ്റെ സൂചനയായിട്ടാണ് ആൾക്കാർ മാതാവിനെ കാണുകയും ദർശിക്കുകയും ഒക്കെ ചെയ്യണത്. അതിൻ്റെ മെക്കാനിസം അതാണ്. അപ്പോൾ അത് സത്യസന്ധമായിട്ടാണ് ഉടമ്പടി, കലർപ്പില്ലാതെയാണ് നിങ്ങൾ ദൈവസ്നേഹത്തോടെയാണ് പാലിക്കണത്. അതിൻ്റെ അകത്ത് കലർപ്പുണ്ടാകരുത്. നിങ്ങളുടെ ഒരു ആവശ്യം മാത്രം അതിൻ്റെ തോന്നി നിങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നടക്കണില്ലല്ലോ, വന്നില്ലല്ലോ, ഓഫർ ലെറ്റർ വന്നില്ലല്ലോ, വസ്തു വിൽക്കണില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ഇത് മാത്രം അലങ്കോലപ്പെട്ട് ആവലാതിപ്പെട്ടിരുന്ന ഒരിക്കലും സംഭവം നടക്കത്തില്ല. മറിച്ച് ഇതെല്ലാം മാറ്റിയിട്ട് നിങ്ങൾ ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തിന് വേണ്ടി ജീവിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് ദൈവത്തിന് തോന്നിയാൽ സഞ്ചാരി മാതാവ് നിങ്ങളുടെ വീട്ടിലും വരും. അതിൻ്റെ കാര്യം വരാതിരിക്കാൻ പറ്റത്തില്ല. കാര്യം അത് വാഗ്ദാനത്തിലുള്ളതാണ്. ഐ വിൽ കം വിത്ത് യു വെറെവർ യു ഗോ. നീ എവിടെ പോയാലും ഞാൻ നിൻ്റെ കൂടെ വരും. അതുകൊണ്ടാണ് ഈ ഉടമ്പടിക്ക് ആശീർവാദം തരാൻ ആദ്യമേ എന്നോട് പറഞ്ഞപ്പോഴേ എനിക്കിതിന് വേണ്ടിയാണെന്ന് അറിയത്തില്ല. പക്ഷെ ഞാൻ പ്രസംഗിച്ചായിരുന്നു, ഇത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അമ്മയുടെ സാന്നിധ്യം നിങ്ങളുടെ കയ്യിലുള്ളതുപോലെയാണെന്ന് ഞാൻ അന്ന് പറഞ്ഞായിരുന്നു. ഇപ്പം അനുഭവം കിട്ടി, നമുക്ക് 10,000 അനുഭവങ്ങളായി ഇപ്പം. അതുകൊണ്ടാണ് ഉടമ്പടി കാശ് മിസ്സാകരുതെന്ന് പറഞ്ഞതിൻ്റെ കാരണം അതാണ്. കൈമാറുകയും ചെയ്യാൻ പാടില്ലത്. അത് നിങ്ങളും ദൈവവും തമ്മിലുള്ള ഉടമ്പടിയുടെ നിങ്ങളുടെ കയ്യിലുള്ളൊരു ആധാറാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പം അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് വേണം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു വിഷയത്തിന് വേണ്ടി എവിടെ പോയാലും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഫിഫിയുടെ സാക്ഷ്യങ്ങളിലുള്ള വിഷയം, ഫിഫി ഓൺലൈൻ ഇൻ്റർവ്യൂ എടുക്കാൻ നേരത്ത് ആ ഇൻ്റർവ്യൂവർ പറയുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് ഈ ഇൻ്റർവ്യൂ വന്നത്? നിങ്ങൾ തോറ്റതല്ലേ, ഞാൻ നിങ്ങളെ ഇവിടുന്ന് പറഞ്ഞു വിട്ടതല്ലേ, പിന്നെ നിങ്ങൾ എന്തിനാണ് വന്നതെന്ന് പറഞ്ഞു. ഇൻ്റർവ്യൂ പണ്ട് തോറ്റതാണ്. അപ്പം ഇവിടെ മെയിൻ പ്രാർത്ഥന എന്താ? അയാൾ മാത്രം വീണ്ടും ഇൻ്റർവ്യൂ ചെയ്യാൻ വരല്ലേ എന്നാണ് പ്രാർത്ഥന. പക്ഷേ അയാൾ വന്നില്ല. ഓൺലൈനിൽ കാണാം, ഓരോ ഇൻ്റർവ്യൂ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അയാളില്ല. പക്ഷേ ഇവൾ ചെന്നപ്പോൾ അയാൾ വന്നു ഓൺലൈനിൽ. അപ്പം തന്നെ ഇവളുടെ ഐസി അടിച്ചു പോയി. അപ്പോൾ അയാൾ പറഞ്ഞു, നിങ്ങൾ എന്തിനാ പിന്നെയും വന്നത്? നിങ്ങൾ കുറേ മാസം മുമ്പ് നിങ്ങളെ പറഞ്ഞു വിട്ടതല്ലേ, നിങ്ങൾ തോറ്റതല്ലേ, പിന്നെ എന്തിനാ കയറി വന്നതെന്ന് ചോദിച്ചു. അവളതിന് മറുപടി പറഞ്ഞില്ല. മറുപടി പറഞ്ഞ മാതാവാണ്. പക്ഷെ ചോദിച്ചതിനെല്ലാം അവൾ മറുപടി പറഞ്ഞു. അവൾക്കവിടെ ജോലി കിട്ടി. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ആര് തട്ടിയെന്ന് പറഞ്ഞാൽ നിങ്ങൾ കാര്യമാക്കരുത്. നിങ്ങളെ വിളിച്ചിരിക്കുന്ന ഒരാളുണ്ട്, നിങ്ങളെ കൊണ്ടുപോയിരിക്കുന്ന ഒരാളുണ്ട്, നിങ്ങളെ വളർത്തിയ ഒരാളുണ്ട്,
നിങ്ങളെ നയിക്കുന്ന ഒരാളുണ്ട്, നിങ്ങൾ ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരേ ഒരാളുണ്ട്, അത് നിങ്ങളുടെ അമ്മയാണ്. ശ്രുതികടേ പരിശുദ്ധ അമ്മ. ശ്രുതികട ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എൻ്റെ മക്കളെ, നിങ്ങളുടെ കൈകള് കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്താൽ പുരണ്ട വിശുദ്ധീകരിച്ച കൈകളാണ്. ഈ കൈകൾ നിങ്ങളുടെ ശരീരത്തിൽ രോഗമുള്ളിടത്ത് വെക്കാം. അതേസമയം തന്നെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനയായി അയച്ചിരിക്കുന്ന നിങ്ങളോട് കാരുണ്യവും സ്നേഹവും കാണിക്കാൻ ദൈവം എന്തുമാത്രം എന്നെ ഒരുക്കി നിങ്ങൾക്കറിയാവോ? നിങ്ങളെപ്പോലെ തന്നെ ഒരു രോഗിയാണ് ഞാൻ. അതുകൊണ്ടാണ് രോഗമുള്ളവരെ കാണുമ്പോൾ എനിക്ക് വാത്സല്യവും കാരുണ്യവും ഉണ്ടാകുന്നത്. ഞാൻ ആരോഗ്യവാനായിരുന്നെങ്കിൽ രോഗിയെ മനസ്സിലാകത്ത് കൂടിയില്ല. അതും ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങളെക്കുറിച്ച് മാത്രമല്ല, നാട്ടിൽ നിങ്ങളുടെ വീട്ടിൽ രോഗികളുണ്ടെങ്കിൽ അവരെ ഓർക്കണം. ഇപ്പം അവർക്ക് വേണ്ടി കൂടി അവരുടെ ശരീരത്തിൽ എവിടെയാണ് രോഗം, ആ ശരീരത്തിൻ്റെ ഭാഗം മനസ്സുകൊണ്ട് കണ്ടിട്ട് അത് നിങ്ങളുടെ ശരീരത്തിൽ വെക്കുക. ദൈവം ആ കൈ ദൈവത്തിൻ്റെ കൈയാക്കി മാറ്റിക്കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നയാളെ ദൈവം സുഖപ്പെടുത്തും. ശ്രദ്ധിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിലെ, സഭയുടെ അധികാരത്തിലെ, കുരിശിന്റെ അടയാളത്തിലെ 36 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിലെ ഈ അൾത്താരയിൽ നടന്ന 10,000-കണക്കിന് ആരാധന ശക്തിയാൽ നിങ്ങളെ ബാധിക്കുന്ന, നിങ്ങളുടെ കൂടപ്പിറപ്പുകളെ ബാധിക്കുന്ന മാരക രോഗങ്ങൾ, തീരാവേദികൾ, ജീവിത ദുരിതങ്ങൾ യേശു നാമത്തിൽ മാറിപ്പോകട്ടെ. എൻ്റെ മക്കളെ, അച്ഛൻ ഒരു പ്രാർത്ഥിക്കുമ്പോൾ, ഇപ്പം ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളോടൊരു സിമ്പതിയോടുകൂടി, ഒരു എമ്പതിയോടുകൂടി പ്രാർത്ഥിക്കണേ. ഐ ഫീൽ വിത്ത് യു. അല്ലാതെ എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. ഇപ്പം നിങ്ങളുടെ തലയിലെ മുടി കൊഴിഞ്ഞിരിക്കണമെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കത് ഫീൽ ചെയ്യും ഉടനെ. ഇപ്പം ഞാനത് മനസ്സിലാക്കും. നിങ്ങൾ എന്നോട് ചിലപ്പോൾ പറഞ്ഞു കാണും. ഇപ്പോൾ എത്രയോ പേര് ഇവിടെ അച്ഛൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കണം. അപ്പോൾ അവരൊക്കെ തലയിലെ മുടിയൊക്കെ കൊഴിഞ്ഞിരിക്കാൻ ഞാൻ കാണുമ്പോൾ ഞാൻ അവരോടൊന്നും ചോദിക്കത്തില്ല അതിനെക്കുറിച്ചോ. പക്ഷേ ഞാൻ അതുകൂടെ പ്രാർത്ഥനയ്ക്ക് വെക്കും. അതാവേ, ഇവൾ കുഞ്ഞാണ്, ചെറുപ്പമാണ്, കല്യാണം പോയി കഴിച്ചിട്ടില്ല, ഇതിലൊക്കെ മുടി കൊഴിഞ്ഞാൽ എന്ത് ചെയ്യും? അപ്പം നിൻ്റെ കൈ വെക്കണം, ഞാൻ പ്രാർത്ഥിക്കും. അവളുടെ കൈ വെക്കണം, പ്രാർത്ഥിക്കും. അതുപോലെ നിങ്ങൾക്ക് അങ്ങോട്ട് മനുഷ്യരോട് സ്നേഹം ഉണ്ടാകണം. ശരിക്കും അവരെല്ലാം നല്ലതുപോലെ ജീവിക്കണം. എന്ത് മനുഷ്യനായാലും, എന്തൊരു ദുഷ്ടനായാൽ പോലും അവനൊരു രോഗിയായി കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അവൻ കാലാന്തരത്തിൽ അവൻ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തിലേക്ക് തിരിച്ചു വരും. പക്ഷെ അവൻ സ്വസ്ഥമായിരിക്കണം. അതുപോലെ നിങ്ങൾക്കൊരു ദൈവ മനസ്സുണ്ടാകണം. ഞാൻ ദൈവ മനസ്സുണ്ടെന്ന് പറയുകയല്ല, പക്ഷെ പ്രാർത്ഥിക്കുമ്പോൾ ഒരു മനുഷ്യന് ദൈവത്തിൻ്റെ മനസ്സില്ലെങ്കിൽ ആ പ്രാർത്ഥനയ്ക്ക് വിലയില്ല. പ്രാർത്ഥിക്കുക, കർത്താവേ, കർത്താവേ, ഉടമ്പടിക്ക് ആനുപാതികമായുള്ള ദൈവസ്നേഹത്തിന്റെ ഒരു മനസ്സൊരുക്കത്തിനായി അമ്മ മനസ്സോടെ ഞാൻ ആരാധനയെ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എന്നെ അഭിഷേകം ചെയ്യണമേ. കർത്താവേ, എന്നെ കാലത്തിന്റെ അഭിഷേകമാക്കി മാറ്റണമേ. കർത്താവേ, എന്നെ എന്റെ നാടിന്റെ അഭിഷേകമാക്കി മാറ്റണമേ. കർത്താവേ, എന്നെ വീടിന്റെ അഭിഷേകമാക്കി മാറ്റണമേ. ഞാൻ കണ്ടുമുട്ടുന്നവരിലെ ഏറ്റുമുട്ടാൻ ഇടവരുന്നവരിൽ പോലും കർത്താവിന്റെ കൃപ നിറയട്ടെ. സ്വർഗത്തിന്റെ ഉപകരണമായി ദൈവം എന്നെ മാറ്റട്ടെ. ചൈതന്യമായി കത്തി ജ്വലിക്കുവാൻ എന്നെ അഭിഷേകമാക്കണമേ. ശ്രുതിക്കട്ടെ. ആരെങ്കിലും എന്തെങ്കിലും നിങ്ങളോട് പറയുമ്പോൾ
അത് നിങ്ങളൊന്ന് കേൾക്കണം. ചിലപ്പോൾ മക്കള് ഇപ്പം ഭർത്താവൊക്കെ ചില പറയും ഭർത്താവ് ഇപ്പം നിങ്ങളോട് സ്നേഹമില്ല എന്ന് പറയുന്നു. അപ്പം നിങ്ങളത് ചുമ്മാ ഇങ്ങനെ കേട്ടിട്ട് പോകരുത്. ചേച്ചി വിഷമിക്കേണ്ട, അത് ഞാൻ പ്രാർത്ഥിക്കാം. അവർക്ക് വിശ്വാസം ഉണ്ടായില്ലെങ്കിലും നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടായാൽ മതി. നമുക്ക് അവരുമായിട്ടുള്ള ബാധ്യതയേക്കാൾ വലിയ ബാധ്യത ദൈവമായിട്ടാണ്. അപ്പം ദൈവത്തോട് പറയണം, ചേച്ചി വിശ്വാസത്തിലേക്ക് വരണം. അവളുടെ ഭർത്താവിനെ തിരികെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നീ അവൾക്ക് ആശ്വാസമായി കൊടുക്കണം. ഇതുപോലെ ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പോഴും നിങ്ങൾ ദൈവത്തിൻ്റെ മുമ്പിൽ അവരുടെ ഒരു മിഷനറി ആയിട്ട് മാറണം. പ്രാർത്ഥിക്കുക, കർത്താവേ എന്നെ നിന്റെ മിഷനറി ആക്കണമേ. നിന്റെ കാരുണ്യത്തിന്റെ നിന്റെ ശക്തിയുടെ നിന്റെ സൗഖ്യത്തിന്റെ പ്രേക്ഷിതനായി എന്നെ ഒരുക്കണമേ. നിങ്ങളുടെ മകൻ അമേരിക്കയില് PR കിട്ടാതെ വിഷമിക്കുകയാണ്. ആ മമ്മിയോട് പറയും, മമ്മി ഉടമ്പടി എടുത്തിട്ട് മമ്മി നന്നായിട്ട് സീഡില്ലേ, എനിക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇവിടുന്ന് പോരേണ്ടി വരുമല്ല എന്ന് നിങ്ങൾ പറഞ്ഞു. ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് മകനെ, ഞാൻ അത് നന്നായിട്ട് ചെയ്യുന്നുണ്ട് എന്നൊക്കെ നീ പറയും. പക്ഷെ നീ കേൾക്കണ വാർത്ത എന്താണ്? നിന്റെ ബന്ധുവിന് സ്റ്റേറ്റിൽ PR കിട്ടിയെന്നാകും. അപ്പം നിങ്ങളുടെ മോന്ത എങ്ങനെ ഉണ്ടാകും? പട്ടി മുള്ളിയ പോലെ ഇരിക്കും. അതോടുകൂടി നിങ്ങളുടെ കാര്യത്തിൽ തീരുമാനമാകും. കാര്യം ദൈവസ്നേഹമില്ലാതെ സ്വന്തം മക്കളെ കാര്യം ഓർത്ത് മാത്രം നിങ്ങൾ പ്രാർത്ഥിച്ചു. മറ്റുള്ളവർക്ക് ദൈവം അത് കൊടുത്തപ്പോൾ അത് ദൈവമാണെന്ന് മനസ്സിലാക്കാനുള്ള പരിശുദ്ധാത്മാവ് ഈ മനുഷ്യന് ഇല്ലാതെ പോയി. അത് ആവശ്യമാണ്. മറ്റുള്ളവർക്ക് സ്നേഹം സത്യത്തിൽ സന്തോഷിക്കുന്നുവെന്നാണ് കർത്താവിൻ്റെ വചനത്തിലുള്ളത്. പ്രാർത്ഥിക്കുക, കർത്താവേ എനിക്ക് തരേണ്ട അനുഗ്രഹം അതേ അനുഗ്രഹം തന്നെ മറ്റുള്ളവർ കിട്ടിയെന്നറിയുമ്പോഴേ അത് നീയാണ് കൊടുത്തതെന്നറിയുമ്പോഴേ എന്റെ ഹൃദയത്തെ സന്തോഷത്താൽ നിറക്കാൻ മാത്രം പരിശുദ്ധാത്മാവിനാൽ എന്നെ അഭിഷേകം ചെയ്ത് ഉടമ്പടി കുരുക്കമുള്ളവരായി എന്നെ ഉയർത്തണമേ. ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു പോയവരുണ്ട്. ഒത്തിരി ടെസ്റ്റ് നടത്തി, ഒത്തിരി ഇന്റർവ്യൂ നടത്തി, ഒത്തിരി പരീക്ഷ നടത്തി, ഒത്തിരി പെണ്ണ് കണ്ട്, ഒത്തിരി ചെറുക്കനെ കണ്ട്, ഒത്തിരി ലോൺ വേണ്ടി വെച്ച് റിജക്റ്റ് ചെയ്ത് ഒന്നിനും കൊള്ളാത്തവരായി നമ്മൾ ചെള്ളു കണക്കെ തള്ളപ്പെട്ടവരായി ദൈവത്തിന് പോലും വേണ്ടാത്തവരായി നിൽക്കുന്ന വ്യക്തികളാണെന്ന് സ്വയം ശപിച്ച് ജീവിക്കുന്നവരുടെ മേലെ കർത്താവിൻ്റെ കരുണ ചൊരിയുന്ന സമയമാണിത്. അമ്മ മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ജീവിക്കുന്ന ലോകത്തിലെ അൾത്താറയിൽ 10,000 സാക്ഷ്യം പറഞ്ഞ് സ്വർഗത്തിൻ്റെ ഇടത്തു നിന്നുകൊണ്ട് യാക്കോബിൻ്റെ കോവേണി ചാരി വെച്ചിരിക്കുന്നത് ഇവിടെയാണെന്ന് തോന്നും വിധം 10,000 ദൈവത്തെ കണ്ടുമുട്ടിയ സ്വർഗത്തിൻ്റെ കവാടത്തിൽ നിന്നുകൊണ്ട് കർത്താവിൻ്റെ അമ്മ മാതാവിൻ്റെ മധ്യസ്ഥത, കർത്താവിൻ്റെ അമ്മ യേശുവിൻ്റെ മധ്യസ്ഥയായി നിന്നുകൊണ്ട് കർത്താവിന്റെ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. ശ്രുതിക്കട്ടെ. ജീവിത ദുരിതങ്ങള്, എല്ലാ ജീവിതാത്മാ ദുരിതങ്ങള് യേശുവിന്റെ നാമത്തില് മാറിപ്പോകട്ടെ. വിദ്യാഭ്യാസ മേഖലയിൽ തടസ്സമുള്ളവരെ, വിദേശ യാത്രയ്ക്ക് തടസ്സമുള്ളവരെ, സ്വന്തം നാട്ടിലെ ജപ്തി നടപടിക്കും ഒരു നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യാപാരങ്ങൾ, കച്ചവടങ്ങൾ, ഏജൻസികൾ എല്ലാം നഷ്ടത്തിൽ വന്ന് വലിയ കട വന്നു പോയ ആൾക്കാർ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന സമയമാണിത്. കർത്ത തിരുസന്നിധിയിൽ നിങ്ങളുടെ കടങ്ങള്, നിങ്ങളുടെ മക്കളുടെ ആവശ്യങ്ങള്, ചിലപ്പോൾ ചില ഭർത്താക്കന്മാർ വിട്ടുപോയിട്ടുണ്ട്, കാണാതെ പോയവരുണ്ട്, മക്കൾ കാണാതെ പോയവരുണ്ട്, വസ്തുവകൾ കാണാതെ പോയവരുണ്ട്, ആധാരവും പ്രമാണവും കാണാതെ പോയവരുണ്ട്, ജീവിതം അതുകൊണ്ട് വഴിമുട്ടിപ്പോയവരുണ്ട്, മക്കള് അമ്മയെ വിളിക്കാത്തവരുണ്ട്, സംസാരിക്കാത്തവരുണ്ട്, ബന്ധം വിട്ടുപോയവരുണ്ട്.
ഭാരങ്ങളുള്ള വ്യക്തിയാണ് നീയെങ്കിൽ കർത്താവിൻ്റെ കരം, ആണിപ്രധാന കരം, തിരസ്കരിക്കപ്പെട്ട കരം, ഉപേക്ഷിക്കപ്പെട്ട കരം, മുത്തിക്കൊണ്ട് ഒറ്റിക്കൊടുക്കപ്പെട്ട കരം, തള്ളി പറയപ്പെട്ട കരം, കർത്താവിൻ്റെ കരം, ഇതാ ഉയർത്തെഴുന്നേറ്റ കരം നിന്നെ സ്പർശിക്കുന്നു. ശ്രുതികട്ടെ, ശ്രുതികട്ടെ, ശ്രുതികട്ടെ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തെക്കുറിച്ച് അടയാളത്തിൽ ദൈവശക്തിയ തടസ്സങ്ങളും ദോഷങ്ങളും രോഗങ്ങളെ യേശുനാമത്തിൽ വിട്ടുമാറട്ടെ. ഭക്തിയോടെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി, അച്ഛൻ വിട്ടുപോയ വിഷയങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. ആശീർവാദം. ഒരിക്കൽ കൂടി മരിയൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവസ്നേഹത്താൽ നിറഞ്ഞ് കൃപാവര പ്രവൃത്തികൾ ചെയ്ത് അവിടുത്തെ മഹത്വപ്പെടുത്തി ഞങ്ങളെ സാക്ഷികളായി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യ